വീടുകളിൽ ശരിക്കും ഒറ്റപ്പെട്ട് കഴിയുന്ന കുട്ടികളാണ്, തീരെ കിടക്കുന്ന കുഞ്ഞു മക്കൾ, ഭിന്നശേഷി കുട്ടികൾ. ഒരുവിധം നടക്കാനും മറ്റ് ചെറിയ ചെറിയ വൈകല്യങ്ങളുള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് അമ്മമാരോടൊപ്പം അവർക്ക് പുറത്തു പോകാനും അവരുടെ ആവശ്യങ്ങളൊക്കെ നേടാൻ പറ്റും. തീർത്തും ബെഡിനായിട്ട് കിടക്കുന്ന കുട്ടികളായിട്ടുള്ള നമ്മളെപ്പോലുള്ള അമ്മമാരുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം 24 മണിക്കൂറും അവരെ കൂടെ നമുക്ക് ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അവരുടെ അപ്പനും അമ്മമ്മയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആക്കിയിട്ട് നോക്കാൻ ആളുണ്ടെങ്കിൽ മാത്രമേ പുറത്തു പോയി ജോലി എടുക്കാനോ അവരുടെ കാര്യങ്ങൾ നോക്കാനോ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു കുടുംബത്തിൽ ജനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സാമ്പത്തികമുള്ള ഫാമിലി പോലും ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ച് ബാക്കിലോട്ട് പോവുകയാണ്. കാരണം ഇവരെടുക്കുന്ന മെഡിസിനും ഈ പറഞ്ഞ ഡൈപ്പേഴ്സിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പം സാമ്പത്തികമായിട്ട് വളരെ താന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. ആ സമയത്തും ഇങ്ങനൊരു കുഞ്ഞായത് കാരണം നമ്മളെ ബന്ധുക്കളും ഈ അറിയുന്ന ആൾക്കാർക്കും തന്നെ ഒരു എന്താ പറയുക, അവർക്ക് നാണക്കേടാണ്. ഇങ്ങനൊരു കുഞ്ഞിനെ കൊണ്ട് കല്യാണത്തിന് പോലും നമ്മളെ വിളിക്കാറില്ല, നല്ലൊരു കാര്യത്തിന് സഹകരിപ്പിക്കാറില്ല. പറഞ്ഞാൽ മെച്ചപ്പെട്ട ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ളതൊക്കെ വിറ്റുപയറക്കി അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലും നമ്മളെ ബന്ധുക്കൾ പോലും പറയും, ഇങ്ങനൊരു കുഞ്ഞിനെ എന്തിനാ നോക്കുന്നത്, അനാഥാലയത്തിലാക്കിക്കൂടെ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മൾ പറയാറുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ കാക്കയ്ക്കും തൻകുഞ്ഞെന്ന് പറയുന്ന പോലെ നമ്മളെ ഈ മക്കളെ ചേർത്ത് പിടിക്കുകയാണ്.